അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണോ? നമ്മൾ പട്ടാമ്പി പോവാട്ടോ ഗൈസ്. പട്ടാമ്പി വരെ പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ബൈക്കത് എടുക്കുകയാണ് നമ്മളെ ഫാൻസിൻ്റെ മുന്നിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി പോകാം. നമ്മളിവിടെ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മക്കരാറുമ്പൊക്കെ വണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ പട്ടാമ്പിയിൽ എന്തൊക്കെ നേർച്ചക്കല്ലേ, വലിയ നേർച്ചക്കല്ലേ. അപ്പോൾ അതൊക്കെ കാണണം എന്നൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് പറ്റണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുത്തുമണികളെ ഇതാണ് കേട്ടോ നമ്മളെ തടത്തിൽ കൊണ്ടുവരുന്ന സ്ഥലം. നമ്മൾ ആ ബിൽഡിങ്ങിലോട്ടോ കോട്ടേഴ്സ്. പിന്നെ നമുക്ക് അങ്ങനെ ഓട്ടോ കിട്ടിയിട്ടോ, മക്കരപ്പറമ്പക്ക് പോകണ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോയിൽ പോയിക്കൊണ്ട് നിൽക്കണം. ഓട്ടോയിൽ വേറെ ആളും ഉണ്ട്. അപ്പോൾ അവിടെ പോയിക്കൊണ്ട് നിൽക്കാം. നമ്മളങ്ങനെ മക്കരപ്പറമ്പ് ഇവിടെ പെരിന്തൽമണ്ണ ബസ് കാത്തിക്കണ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടോ. ബസ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല ബ്ലോക്കാട്ടോ. ഇവിടെ പട്ടാമ്പിയിൽ എന്തോ നേർച്ച എന്തോ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നല്ല ബ്ലോക്കാണ്. ബ്ലോക്കിൽ തന്നെ ഒരു മണിക്കൂറോളം നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്ലോക്കിൽ തന്നെ. പിന്നെ വലിയ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങാടി ഇപ്പുറം പാലം കഴിയാനായിട്ട് നമ്മൾ പാലത്തു കൂടെ പോയാൽ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ അത്രയും വണ്ടികൾ വരാനുണ്ട്. പിന്നെ ഇവിടുന്ന് ബ്ലോക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. എനിക്കും മക്കൾക്കൊക്കെ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ എങ്ങനെയും അമ്മേൻ്റെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ പോയിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ കണ്ടോ ബ്ലോക്ക് നോക്കി നിങ്ങൾ. അപ്പോൾ നമുക്ക് പട്ടാമ്പി ബസ് കിട്ടിയിട്ടോ. പട്ടാമ്പി ബസ്സിൽ കയറി ഇരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തിട്ടോ നമ്മളങ്ങനെ പോവാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അവളോട് പട്ടാമ്പി സ്റ്റാൻഡിൽ എത്ര മിനിറ്റ് കൊണ്ട് എത്തും, എത്ര മണിക്ക് എത്തും പറഞ്ഞു. 12:05 ബ്ലോക്ക് വരവില്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റാൻഡിലോട്ട് എത്താനായിട്ടുണ്ട്. പട്ടാമ്പി എത്തി. സ്റ്റാൻഡിലോട്ട് കുറച്ച് പോയാൽ മതി. അപ്പോൾ മുത്തുമണികളെ നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡിൽ എത്തി കേട്ടോ. പട്ടാമ്പി സ്റ്റാൻഡിൽ എത്തി, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചാടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങി. റയ്യാനെ കണ്ടില്ലേ? അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഇവിടുന്ന് ഓട്ടോയിൽ പോകാൻ വേണ്ടി വിളിച്ച് ഓട്ടോ കുറിച്ചിട്ട് പറഞ്ഞാൽ പൈസ കൊടുക്കാം. ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മായി അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാ. പിന്നെ സ്റ്റാൻഡിൽ നമ്മളൊരു ചായയും പയ്യാനൊരു പരിപ്പ് വരെ വാങ്ങി കൊടുത്തു. ഞാൻ ഒരു ചായ മാത്രം നമ്മളങ്ങനെ ഓട്ടോ കിട്ടി. നമ്മളങ്ങനെ പോവാണ്.
10 നമ്മളിവിടെ എത്തിയിട്ട് അമ്മായിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്മായി എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മായിൻ്റെ അടുക്ക് പോണ വഴിയ കേട്ടോ. ഇതൊരു ചെറിയൊരു ഉൾ റോഡ് പോലെയാണ് കേട്ടോ. ഇതിലൂടെ കേട്ടോ പോവുക. അവിടെ ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. നമ്മള് ഇവിടെ അമ്മേൻ്റെ അയൽവാസിൻ്റെ വീട്ടിലാണ്. ഇവിടെ കയറട്ടെ. പിന്നെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് കയറി കുറച്ച് നേരം സംസാരിച്ച് പിന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കേട്ടോ അമ്മേൻ്റെ കോട്ടേഴ്സ്. അപ്പോൾ നമ്മളങ്ങനെ അമ്മേൻ്റെ കോട്ടേഴ്സിലേക്ക് എത്തിയിട്ടോ ഗൈസ്. ഇതാണ് അമ്മേൻ്റെ കോട്ടേഴ്സ് കേട്ടോ. മാഷാ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇതാണ് കോട്ടേഴ്സ് കേട്ടോ. എത്തിയിട്ട് നമ്മൾ അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഒരു കാരറ്റ് അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതാട്ടോ അമ്മേൻ്റെ കിച്ചണ്. മാഷാള്ള അടിപൊളി കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഇതാണ് കിച്ചണ്. നമ്മളോട് വന്നപ്പോൾ ഇതിന് നാരങ്ങളും എന്താ കുടിച്ചിട്ടോ. പിന്നെ ഉച്ചായി. ഇത് പുറത്തത്തെ ഏരിയയാണ് കേട്ടോ. അപ്പുറത്തൊക്കെ കൊട്ടേഴ്സാണ്. അമ്മ ഒറ്റക്കുള്ളൂ കേട്ടോ. പാവം അമ്മ ഒറ്റക്കുള്ളൂ. അമ്മേൻ്റെ മോന് എറണാകുളത്താണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ ഒതുക്കി വൃത്തിച്ചിട്ടുണ്ട്. നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും അമ്മേനൊക്കെ വൃത്തിയാക്കി വെച്ചാട്ടോ. അങ്ങനെ ഞാനിവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ അടുക്കള ഭാഗം അടിച്ച്. ഇത് ഹാളാട്ടോ. 2 ബെഡ്റൂം ഹാള് സിറ്റ് ഔട്ടാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ട് അപ്പുറത്തൊക്കെ വാഴ. പിന്നെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു വീട് അത് അവിടെ ഉണ്ടാക്കി കൊണ്ടൊക്കെ ഉണ്ട്. മാഷാള്ള അടിപൊളിയാണ് കേട്ടോ. ഉഷാറായിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പുറത്തൊക്കെ കോട്ടേഴ്സിലും ആളുകളുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു. മുരിങ്ങാക്കായും തേങ്ങ കഴിച്ചിട്ടുള്ള കറി, എന്താ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇല തോരന് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിക്കലേ കഴിഞ്ഞു. കുറച്ച് നേരം കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ അപ്പോൾ അത്ര ഉണ്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.